താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡിയേതെന്ന് കണ്ടെത്തുക. 1. പാലിയം സത്യാഗ്രഹം 1947-48. 2. നിവർത്തന പ്രക്ഷോഭം 1935. 3. പട്ടിണി ജാഥ 1936. 4. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. ഉത്തരം ഓപ്ഷൻ സി രണ്ടാമത്തെ നിവർത്തന പ്രക്ഷോഭം 1935 എന്നതാണ് തെറ്റ്. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദോസിൻ്റെ അധ്യക്ഷൻ. ഉത്തരം ഓപ്ഷൻ ബി ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡിയേത്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 4ഉം എന്നിവ ശരി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി ക്രിപ്സ് മിഷൻ. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ഗെസ്റ്റപ്പോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം ശരി. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി? ഉത്തരം ഓപ്ഷൻ ബി ഫോം ലൈൻ. ലിപുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ? ഉത്തരം ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം? ഉത്തരം ഓപ്ഷൻ ബി മുങ്കേഷ്പൂർ ഡൽഹി. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി അലമാട്ടി ഡാം, കർണാടക, കൃഷ്ണാനദി. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. 1991 സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി പ്രസ്താവനകൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. നീതി ആയോഗിൻ്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. റിസർവ് ബാങ്കിൻ്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ എ പ്രസ്താവനകൾ 1, 2 ശരി, 3 ശരിയല്ല. ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി തൊഴിൽ ലഭ്യത കുറഞ്ഞു. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്?
ഉത്തരം ഓപ്ഷൻ ബി 2. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി 1. കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി 1, 3. അതായത് ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ. ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. 1 ഇന്ത്യൻ തപാൽ സർവീസ്, 2 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, 3 വിൽപ്പന നികുതി, 4 റെയിൽവേ, 5 ഇന്ത്യൻ പോലീസ് സർവീസ്. ഉത്തരം ഓപ്ഷൻ എ. 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി 3. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ 4. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ സി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേക്ഷികയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി 1, 3. അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ വാരിയെല്ലുകൾ 24 അസ്ഥികൾ. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ടസ്തരം ഏത്? ഉത്തരം ഓപ്ഷൻ സി പ്ലൂറ. സന്ധികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ 1. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ഉത്തരം ഓപ്ഷൻ സി ലൈസോസോം. രക്തം കട്ടപിടിക്കലിൻ്റെ ശരിയായ ക്രമം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി മഹാരാഷ്ട്ര. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി. ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്. ഉത്തരം ഓപ്ഷൻ ബി മാസ്. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദു. ഉത്തരം ഓപ്ഷൻ സി പോൾ. ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത. ഉത്തരം ഓപ്ഷൻ സി മാലിയബിലിറ്റി. സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം. ഉത്തരം ഓപ്ഷൻ എ ബുധൻ. 2023 ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏതു മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? ഉത്തരം ഓപ്ഷൻ ബി പ്രകാശം. P1V1 = P2V2 എന്ന സമവാക്യം ഏതു വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ബോയിൽ നിയമം. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്നു പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി മെർക്കുറി. ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും. ഉത്തരം ഓപ്ഷൻ ഡി ഓസ്മോട്ടിക് മർദ്ദം. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിൻ്റെ BOD എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 122 ppm. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്കു കാരണമായ ലവണം ഏത്? ഉത്തരം ഓപ്ഷൻ സി നൈട്രേറ്റ്.
കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി വള്ളത്തോൾ നാരായണ മേനോൻ. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആര്? ഉത്തരം ഓപ്ഷൻ സി മൈക്കിൾ ഫെൽപ്സ്. കെ.സി. ലേഖ ഏത് കായിക മേഖലയിലാണ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ ബോക്സിംഗ്. ഫയദോർ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഒരു സങ്കീർത്തനം പോലെ. ഇലഞ്ഞിത്തറമേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി തൃശ്ശൂർ പൂരം. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി? ഉത്തരം ഓപ്ഷൻ സി നർഗേസ് മുഹമ്മദി. ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ അന്തരിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ബി 2023. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ വേഡ് പ്രോസസ്സർ.